മർത്യനെ കാത്തിടണേ, ക്രൂശിതനേ ഉത്ഥിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോയിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോയിൻ മേലങ്കിക്കുള്ളിൽ, ഈശോയിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോയിൻ മേലങ്കിക്കുള്ളിൽ. മുഖം ശോഭിതമാകും, ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉത്ഥിതനേ, മർത്യനെ കാത്തിടണേ. ഒരു വേദഭാവം വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ. വിശുദ്ധ മത്തായി 27, 1 മുതൽ 10 വരെ. മത്തായി. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലോത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നോ അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത്, ഇതു രക്തവിലയായികയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്നു പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചതിൻ്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവൻ്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവർത്തി വന്നു. ആമേൻ. പ്രിയമുള്ളവരെ, യൂദായുടെ മുൻപിൽ 2 സാധ്യതകളുണ്ടായിരുന്നു. കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നു, നീ എന്നെ ഒറ്റക്കൊടുക്കും. കർത്താവ് കൊടുക്കുന്ന മുന്നറിയിപ്പ് അവനെ യൂദാ എപ്പോഴാണ് മുന്നോട്ട് യാത്ര ചെയ്തത്. ആ യാത്ര ചെന്ന് തീരുന്നത് അക്കൽധാമയുടെ അനുഭവത്തിലാണ്. കർത്താവ് അവനെ ജീവനിലേക്കും ജീവിതത്തിലേക്കൊക്കെ കരം പിടിച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ആ ജീവൻ്റെ പാത ത്യജിച്ച് കളഞ്ഞ് താൽക്കാലികമായ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്തപ്പോൾ ലഭ്യമായത് അല്പനേരത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന, താൽക്കാലികമാകുന്ന സുഖത്തിൻ്റെയും നശ്വരമാകുന്ന സുഖത്തിൻ്റെയും സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന മരണത്താഴ്വരയിൽ തന്നെയാണ്. കർത്താവ് തൻ്റെ പെസഹ മേശയുടെ ചുറ്റുമിരുന്ന് പറയുമ്പോഴും യൂദ തിരിച്ചറിഞ്ഞില്ല ഞാൻ ഒറ്റുകൊടുക്കുന്നത് കർത്താവായ ക്രിസ്തുവിനെ, രക്ഷകനെ ആണ് എന്നത്. ആ ഒരു ബോധ്യമില്ലായ്മ യൂദ തിരഞ്ഞെടുത്തത് സമ്പത്തിൻ്റെ പിന്നാലെയുള്ള, ഭൗതികതയുടെ പിന്നാലെയുള്ള യാത്ര തന്നെയായിരുന്നു. ആ ഭൗതികതയാണ് യൂദയ്ക്ക് ഏറ്റവും അധികം സന്തോഷമെന്ന് തിരിച്ചറിഞ്ഞ് ആ സന്തോഷത്തിൻ്റെ നിറവ് ജീവിപ്പാനായിട്ട് യൂദ ആഗ്രഹിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. താൽക്കാലികമായ സന്തോഷം മാത്രമല്ല, നിത്യമായ സന്തോഷം കൂടെ യൂദയ്ക്ക് നഷ്ടമാവുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നീയും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത് ജീവൻ്റെ വഴി തന്നെയാണ്. കർത്താവിൻ്റെ നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന 2 വഴികൾ, അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് അനുഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ക്രൂശിൻ്റെ പാത പിൻപറ്റാം. ക്രൂശിനെ നമുക്ക് മാറോട് ചേർത്ത് പിടിക്കാം. ക്രൂശിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലക വണങ്ങാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശ്രീമതി ശുഭ അവர்கள் നമ്മെ പ്രാർത്ഥനയിൽ നയിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
ദൈവമേ, ഈ അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു നല്ല വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലായിരിക്കാൻ തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് ഈ ഭവനത്തെ ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം, അനുഗ്രഹത്തോടായിരിക്കാൻ തക്കോണം ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്ന ഓരോ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം, അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ തക്കോണം അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ ക്രൂശിൻ്റെ അനുഭവത്തിലായിരിക്കുന്നുവല്ലോ നാഥ. യൂദയെ പോലെ ദൈവമേ മോശമായ അംശം തിരഞ്ഞെടുക്കാതെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ തക്കോണം അവിടെ നിന്ന് സഹായിക്കണം, ജീവൻ്റെ പാത പിൻപറ്റുവാൻ തക്കോണം ദൈവം ഞങ്ങൾ ഓരോ മക്കളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്മകളെ തിരിച്ചറിയുവാൻ നേർവഴിയിൽ നയിക്കുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി ഞങ്ങൾ പോകേണ്ട സ്ഥലങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് മുൻപായി അങ്ങ് യാത്ര ചെയ്ത് കർത്താവെ അവിടെ ഒരുക്കുവാൻ തക്കോണം അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആവശ്യങ്ങളിലൊക്കെയും അവിടെ നിന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഇതുവരെ ആത്മീകമായും ഭൗതികമായും പോഷിപ്പിച്ച എല്ലാ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുത്തെ കൃപയാൽ അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മാനം, മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സൂക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്നും എപ്പോഴും നിങ്ങളോടും ഈ ഭവനത്തോടും പ്രിയമുള്ളവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.